അന്ന് ചൈന കോളനിയിലെ വീടുകൾ ഇടിച്ചു നിരത്താൻ ബാലചന്ദ്രന്റെ കയ്യാളായി കൂടെ ഉണ്ടായിരുന്നു ഈ ഹരീഷ്. രാഷ്ട്രീയക്കാരനായ അവനെ കണ്ണടച്ച് വിശ്വസിച്ചത് എന്റെ തെറ്റാ. മാഡം, ഇനി വേണ്ടത് എന്താന്ന് എനിക്കറിയാം. മാഡം, എന്നോടൊന്നും തോന്നരുത്. ഏയ്, ഓരോരുത്തരും അവരവരുടെ സുരക്ഷയാണ് നോക്കിയത്. അത് പ്രകൃതിയുടെ നിയമോ? നമുക്കങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് നോക്കിയാലോ? അകത്ത് നടക്കുന്നത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാം. എന്നാ പിന്നെ അതിന് ലൈവായി പോയി അകത്ത് കിടക്കാം. ശാലിനി വിഷ്ണു പറഞ്ഞതാ. അധികം വൈകാതെ കൊമ്പൊടിഞ്ഞോളൂ. അവര് വരുന്നുണ്ട്. അതെ, വരുന്നുണ്ട്. മാഡം 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 പറഞ്ഞിരുന്നല്ലോ. മാഡം, ഫയൽ പഠിച്ചു കഴിഞ്ഞോ? മാഡം, കഴിഞ്ഞിട്ടില്ല. ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. അതിവിടെയല്ല, വേറൊരിടത്ത്. എക്സാമിന്റെ റിസൾട്ട് കാണണമെന്നുള്ളവർക്ക് എന്റെ ഒപ്പം വരാം. ഒന്ന് വഴി മാറണം. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം. മാഡം 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 പ്ലീസ് പ്ലീസ് മാഡം, ഒരു വിശദീകരണം തരണം. മാഡം മാഡം പ്ലീസ്. മാഡം, ഇങ്ങനെ അവ്യക്തമായി പറയാതെ കുട്ടികൾക്കുണ്ടായ വിഷബാധയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണോ? ഒന്നേ പറയാനുള്ളൂ, നല്ലതേ നടക്കൂ. ഒന്ന് പറയാതെ പോയല്ലോ. ഹലോ, അതെയോ? അതെ, സെക്രട്ടേറിയറ്റിൽ പുതിയൊരു ന്യൂസ് ഉണ്ട്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ സസ്പെൻഷൻ ഉടൻ ഉണ്ടാവുന്നു. പ്രശാന്ത്, ക്യാമറ പിടിക്കേ. പ്രശാന്ത്, ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ വിഷബാധയെക്കുറിച്ച് ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു സസ്പെൻഷനിലേക്ക്. നീ അങ്ങോട്ട് ഇരിക്കടാ. എടാ, നിന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞത്? കള്ളൊഴിച്ചും കൂട്ടിക്കൊടുത്തൊന്നും കർട്ടന്റെ പിന്നിലേക്ക് മാറി നിൽക്കേണ്ടവനല്ല ഇനി നീ. അത് നീയേ കിങ്ങാ, കിങ്. ഇരിക്കടാ അവിടെ. എല്ലാം ബാലേട്ടന്റെ അനുഗ്രഹം. ആ ഓർമ്മ ഉണ്ടായിരുന്നാ മതി. നിങ്ങൾ ഓരോന്നിടത്ത് പിടിപ്പിക്കടാ. അപ്പോ എല്ലാവർക്കും ചിയേഴ്സ്. ചിയേഴ്സ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ കുതികാല് വെട്ടിയാലേ ജയം ഉണ്ടാവുമെന്ന് പലരും പറയും. പക്ഷേ വെട്ടുന്നത് ആരുടേതാണെന്ന് നോക്കി വേണം വെട്ടാൻ. വെട്ട് കൊണ്ടിട്ട് തിരികെ എണീറ്റ് വരാൻ ത്രാണിയുള്ളവനാണെങ്കിൽ തൊടാൻ പോകരുത്. ഒറ്റ വെട്ടിന് തീരണം. തീർത്തേക്കണം. ബാലേട്ട, എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. ബാലേട്ടൻ, ആ വിളി എനിക്ക് നന്നായിട്ട് അങ്ങ് സുഖിച്ചു. എടാ, 5-6 വർഷം മുമ്പ് തോളത്തും കൈയിട്ട് ഒന്നിച്ച് പല കന്നന്തിരിവുകൾ കാണിച്ചിട്ടുള്ളവരാ നമ്മള്. എന്നിട്ടും നിനക്കിപ്പം ഞാൻ ബാലേട്ടനായി. എങ്ങനെയാടാ അത്?
അതാടാ പൊളിറ്റിക്സിന്റെ ഒരു പവർ. അധികാരവും ഉളുപ്പില്ലായ്മ അല്പം മനസാക്ഷിക്കുറവും കൈ മുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വേഷമൊക്കെ ഇട്ട് ഒരുങ്ങിയങ്ങ് ചെന്നാ ജനിപ്പിച്ച അച്ഛനമ്മമാര് വരെ എഴുന്നേറ്റ് നിന്ന് സാറേന്ന് വിളിക്കും. പിന്നെ നീ പറയുന്ന ഭയം, അതാ ഞാൻ മുന്നേ പറഞ്ഞത്, വെട്ടുമ്പോ തീർത്ത് വെട്ടണമെന്ന്. ശാലിനിക്ക് കൊടുത്തിരിക്കുന്നതേ അവളുടെ കഴുത്തോട് ചേർന്നുള്ള വെട്ട. കൊരവള്ളി അടക്കം അറ്റ് വീഴും. ഇനി അവള് ശബ്ദിക്കത്തില്ല. എന്നാലും എനിക്ക് പേടിയുണ്ട് ബാലേട്ടാ. അവളെക്കുറിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്നവളാണെന്നാ. പക്ഷെ അവള് തിരിച്ചടിക്കുമെന്ന് നല്ല ഭയമുണ്ട് എനിക്ക്. ബാലേട്ടന് ചൈന കോളനിയിൽ നിന്ന് കിട്ടിയത് കണ്ടുകൊണ്ടിരുന്ന ആളല്ല ഞാൻ. എന്തിനും മടിക്കാത്തവളാ ശാലിനി. ആ സംഭവേ എനിക്ക് അല്പം ക്ഷീണം ഉണ്ടാക്കിയെന്നുള്ള സത്യവാ. അവൾക്ക് അല്പം മൈലേജ് കൂടുകയും ചെയ്തു. അല്പമല്ല, നന്നായിട്ടങ്ങ് കൂടി. അതാടാ ഇപ്പൊ ഗുണമായത്. വെള്ളി വെളിച്ചത്ത് നിൽക്കുന്നവരെയാ വെട്ടി വീഴ്ത്താൻ എളുപ്പം. നമ്മളൊന്ന് വെട്ടിയ അസൂയക്കാര് ചേർന്ന് 1000 വെട്ടും. നിലത്തേക്കൊന്ന് വീഴേണ്ട താമസം. ഇലയും ചില്ലയും പഴവും കുരുവൊക്കെ സോഷ്യൽ മീഡിയ പിച്ചി ചീന്തി അങ്ങ് എടുത്തോളും. ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അതാ. തലമണ്ട നോക്കിയല്ലേ ആ സജീവര് അടി കൊടുത്തിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ മാനസിക പീഡനവും സ്വേച്ഛാധിപത്യവും. അതോടെ തീർന്നില്ലേടാ അവള്. സോഷ്യൽ മീഡിയയിലെ അവളെ ഇപ്പൊ പൊങ്കാലിട്ടോണ്ടിരിക്കുക. പക്ഷെ ബാലേട്ടാ, ഹോസ്പിറ്റലിലായ കുട്ടികളുടെ അവസ്ഥ കുറച്ച് സീരിയസാ. അതിനാർക്കാ ചെയ്തോ ലക്സേ? വെറും ചേരി പിള്ളേര്, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവര്. അലക്സേ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. കുട്ടികളെന്ന് പറയുമ്പോ എല്ലാ കുട്ടികളെ അങ്ങനെ കുട്ടികളായിട്ട് കാണരുത്. മൂക്കൊലിപ്പിച്ച് സർക്കാർ സ്കൂളിൽ പോയി ഉച്ചക്കഞ്ഞിക്ക് കാത്തിരിക്കുന്ന ദരിദ്രവാസി പിള്ളേരെയൊക്കെ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടുണ്ടോ? വഴി വെച്ച് കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കുള്ള വില കൊടുത്താ മതി. വണ്ടിയിടിച്ച് ചത്താലും ആരും ചോദിക്കാനുമില്ല, കണ്ണീരൊഴുക്കാനുമില്ല. പിന്നെ ഇതിന്റെ പേരിൽ കണ്ണീരൊഴുക്കാനും കാണും ചിലര്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവര് സോഷ്യൽ മീഡിയയിൽ 4 വരി എഴുതിയിട്ട കഴിഞ്ഞ അവരുടെ കുത്തിത്തിരിപ്പ് തീർന്നോളും. അതും ഒരു കണക്കിന് നല്ലതാ. ജനരോക്ഷം, അതും കളക്ടർക്കെതിരെയല്ലേ. ഒരു നടപടി എടുക്കാതിരിക്കാൻ പറ്റാതാകും സർക്കാരിന്. അവളോട് ഇനി അനുതാപമുള്ള ഏതെങ്കിലും മേലാളന്മാരുണ്ടെങ്കിൽ ചെറുവിരൽ അനക്കാൻ പറ്റില്ല. മുഖം രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? സർക്കാർ വീഴുന്നതാണോ അതോ അവളുടെ കളക്ടർ കസേരയാണോ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ പ്രാധാന്യം? ചൈന കോളനി വെച്ച് ഞാൻ ഈ പണി അവക്ക് ഓങ്ങി വെച്ചതാ. അവിടെ നിന്നാണല്ലോ എന്നെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് അവള് മൈലേജ് കൂട്ടിയത്. ജനപ്രീതി അവൾക്ക്. ബാലചന്ദ്രൻ ചേറ്റ. സംഗതി നേരെ തിരിയണമെങ്കിൽ ചൈന കോളനി തന്നെ വീഴണം. 3-4 ശവം, അതും കുഞ്ഞുങ്ങളുടേത്. കുറ്റക്കാരിയുടെ സ്ഥാനത്ത് അവളും. കോളനിക്കാര് പോലും ഇനി അവളുടെ ഭാഗത്തുണ്ടാകില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊള്ളാം ബാലേട്ടാ. ബാലേട്ടനെ കൊണ്ടേ ഇതൊക്കെ പറ്റുള്ളൂ. ഞാൻ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങിയ അവക്ക് സംശയം ഉണ്ടാകും. അതല്ലേ ഞാൻ എവനെ അങ്ങ് ഇറക്കി വിട്ടത്. ഇവൻ നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുകയും ചെയ്തു. കൊള്ളാടാ മോനെ നീ. അല്ല, ആ കളക്ടറെ കസേര തെറിപ്പിച്ചുകൊണ്ട് നമുക്കെന്താ ഗുണം? അങ്ങനെ നേരിട്ട് കാര്യത്തിലേക്ക് വാ ഹരീഷേ. നിങ്ങൾ നോക്കുമ്പോഴേ വെറും ഒരു കളക്ടറുടെ സ്ഥലം മാറ്റം
പക്ഷെ അതിന് പിന്നിൽ കോടികൾ മറിയുന്ന വേറൊരു ഇടപാട് നടക്കുന്നുണ്ട്. വേറൊരു ചാണക്യന്റെ ബുദ്ധി. അതാരാപ്പ അങ്ങനെ ഒരാള്? അമിത് ഗ്രൂപ്പ്. അതിന്റെ ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത MD അമിത് പട്ടാഡിയ. അമിത് പട്ടാഡിയോ? നിങ്ങളുടെ നാവിൽ നിന്ന് ഇത് വെളിയിൽ പോകരുത്. പോയാലും പട്ടാടിയേക്ക് പുല്ല. നാഷണൽ ഇന്റർനാഷണൽ മീഡിയ ഒക്കെ അങ്ങേരെ പറ്റി എന്തെല്ലാം അഴിമതി കഥകൾ പടച്ചുവിടുന്നു ദിവസവും. ഈ അമിത് പട്ടാടിയൊക്കെ നമ്മുടെ കളക്ടറോട് എന്താ ഇത്ര വിരോധം ബാലേട്ടാ? എടാ, ഈ കോർപ്പറേറ്റുകൾക്കൊന്നും ആരോട് സ്ഥിരമായി ഇണക്കോ പിണക്കോ ഒന്നുമില്ല. എന്നാൽ അവരുടെ താല്പര്യങ്ങൾക്ക് എതിര് നിന്ന ശത്രുവാകുകയും ചെയ്യും. മനസ്സിലായില്ല. എടാ, ഈ ചൈന കോളനി പ്രശ്നത്തിൽ ഞാൻ നാറിയതും സുസ്മിത അറസ്റ്റിലായതും ഒക്കെ ഞങ്ങളുടെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ടല്ലെന്ന് അറിയാലോ. അമിത് ഗ്രൂപ്പിന് ഫ്ലാറ്റ് കെട്ടാനായി ആ ഭൂമി മറച്ചു കൊടുക്കാനായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതിനിടയില ശാലിനി വന്നു കയറി പ്രശ്നം ഉണ്ടാക്കിയത്. നൈസായിട്ട് കൈമാറേണ്ട ഭൂമി കേസും പുക്കാറുമായിട്ട് കൈവിട്ടുപോയി. കോഴ ഇനത്തിൽ കമ്പനി ഇറക്കിയ കോടികൾ നഷ്ടം. പക്ഷേ അത്ര മണ്ടന്മാരല്ലല്ലോ അമിത് ഗ്രൂപ്പിന്റെ അമരത്ത്. അവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൈലന്റ് ആയിട്ട്, പണി കൊടുക്കാൻ. പക്ഷെ കളക്ടറുടെ കസേര തെറിപ്പിച്ചതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട കോടികൾ തിരിച്ചു കിട്ടുമോ? കിട്ടും. ഇപ്പൊ ഇറക്കിയത് മാത്രമല്ല, അതിന്റെ 100 ഇരട്ടിയായി തിരിച്ചു കിട്ടും. 3-4 പിള്ളേര് ചത്ത ജനരോക്ഷ എന്തായിരുന്നാലും ഇളവും. അവളുടെ കസേരയും തെറിക്കും. അതിനിടയിൽ അവള് ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ കൂടി സംശയ നിലയിലാകും. ഇല്ലെങ്കിൽ ആക്കും. അക്കൂട്ടത്തിലൊന്ന ഈ ചൈന കോളനി വിഷയം. ഭൂമി തർക്കം സംബന്ധിച്ച് ഒരു പുനരന്വേഷണം ഉണ്ടായ നമുക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും റിപ്പോർട്ട് നൽകുന്നത്. അതനുസരിച്ച് നഗരസഭയുടെ കയ്യിൽ തന്നെ ഭൂമി വന്ന അത് അമിത് ഗ്രൂപ്പിന് തന്നെ നൽകാം. 100 കണക്കിന് കോടിയുടെ ബിസിനസ്സാ. അപ്പോ ചൈന കോളനിക്കാര് പിന്നെയും പെരുവഴിയിലായി. ഒതുങ്ങണം. എന്തിനും ഏതിനും ശാലിനി സഹായിക്കാനുണ്ടെന്ന് കരുതി കുറെ ഞെളിഞ്ഞതല്ലേ ശവങ്ങള്. അവളുമാരുടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കം നടുറോട്ടി പിച്ചെടുക്കുന്നതേ എനിക്ക് കാണണം. അപ്പോ ബാലേട്ടാ, കാര്യമായിട്ട് എന്തെങ്കിലും തടയാനുള്ള സാധ്യത ഉണ്ടല്ലോ? എനിക്ക് മാത്രോ? നമുക്കെല്ലാവർക്കും ഒരു ഓണം ബമ്പർ അടിച്ചെന്ന് കൂട്ടിക്കോ. അതല്ലേ പറഞ്ഞത്, ഏവൻ ഇനി രാജാവാണെന്ന്. രാജാവ്. ഓ, ബാലേട്ടനൊന്നും തടയാത്ത പോലെ. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി. ഈ കോടികളും കൂടി എന്റെ കയ്യിലേക്ക് വന്ന് കയറിയ ബാലൻ തന്നെ പിന്നെ പിടിച്ചാ കിട്ടില്ല. ബാലേട്ടാ, ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ ചേട്ടന് കിട്ടുന്ന സ്ഥിതിക്ക് ചെലവിതൊന്നും പോരാതെ വരും. അലക്സ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നേ ഒന്നിനൊരു കുറവുണ്ടാവില്ലടാ. ആഘോഷിക്കേണ്ട ദിവസമാ ഇന്ന്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഇന്നിവിടെ എത്തും. ദേ ആ ഗേറ്റില്. ആരാ? ബോർഡ് കണ്ടിട്ട് മനസ്സിലായില്ലടോ, ജില്ലാ കളക്ടർ. ഓ, ഞാൻ അതത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ശ്രദ്ധിച്ചല്ലോ. ആ ഗേറ്റ് ഒന്ന് തുറക്ക്. എന്തിനാ തുറക്കുന്നേ? വീട് പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയിട്ടിരിക്കുകയാണോന്ന് ഞങ്ങൾക്കൊന്ന് അറിയണല്ലോ. അതിനാ ഗേറ്റ് തുറക്കാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോ തുറക്കാനേ നിങ്ങൾ എനിക്ക് ശമ്പളം തരുന്ന മുതലാളിയൊന്നും അല്ലല്ലോ. ഇതേ ബാലേന്ദ്രൻ സാറിന്റെ വീടാ. സാറ് പറയാ ദൈവം തമ്പുരാനാണെ പോലും അകത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എടോ വിവരദോഷി, തന്റെ തലയ്ക്കുള്ളിൽ ആൾതാമസം ഇല്ലേ? ജില്ലാ കളക്ടറെ കാറിനുള്ളില് ജില്ലാ മജിസ്ട്രേറ്റ്.
താൻ അഴിയെണ്ണും പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ ഓ ഇവരാണോ? ഇവരുടെ വിശേഷം കുറച്ചു മുമ്പ് വരെ ഞാൻ മൊബൈലിൽ കണ്ടോണ്ടിരുന്നത്. ഇവര് സസ്പെൻഷനാവാൻ പോവല്ലേ? പല്ലും നഖവും പോയ പുലിയെ ആര് പേടിക്കാന്? തന്നോട് മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കാനാ പറഞ്ഞത്. വാറണ്ടുണ്ടോ? ഉണ്ടേ കൊണ്ടുവാ. അപ്പൊ ആലോചിക്കാം ഗേറ്റ് തുറക്കണോ വേണ്ട എന്നുള്ള കാര്യം. മാഡം, നമുക്കൊരു അബദ്ധം പറ്റി. പോലീസിനെ കൂട്ടിയായിരുന്നു വരേണ്ടിയിരുന്നത്. പോലീസ് നമുക്ക് മുമ്പേ അല്ലെന്ന് പൽവി, പിന്നാലെയാ വരേണ്ടത്. മോളെ ഒരു നിമിഷം. ഗേറ്റ് തുറക്ക്. തനിക്കെന്നോടോ മലയാളം പറഞ്ഞാൽ മനസ്സിലാ? തുറക്കണേ ഗേറ്റ്. ഇവനെയൊക്കെ തല്ലി മോളുടെ കൈ നാറ്റിക്കണ്ട. എനിക്ക് മക്കളുള്ളത് മോളെ, അത്രയ്ക്ക് ചങ്ക് പൊള്ളിയിട്ട. അല്ല പലേട്ടാ, കുട്ടികൾ കുറേ എണ്ണം ചാവും. ചേട്ടൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ചൈന കോളനിക്കാരും മൊത്തം തെരുവിലും ആകും. ഒന്നും രണ്ടുമല്ല, കുടുംബങ്ങൾ കുറേ ഉണ്ട്. അവരൊക്കെ പിന്നെ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വരട്ടെ. മുറികൾ ഇഷ്ടം പോലെ വെറുതെ കിടക്കുമല്ലേടാ. സുന്ദരികൾക്ക് മാത്രം സ്വാഗതം. അത് കലക്കി. ആരാ ബാലേട്ടാ അത്? ബാലേട്ടാ, ഒരു പെണ്ണാണല്ലോ. ചേട്ടൻ പറഞ്ഞ കക്ഷികളിൽ ആരെങ്കിലും ആണോ? ബാലേട്ടാ, നീ ചെന്ന് അവളെങ്കിൽ വിളിച്ചോണ്ട് വാടാ. ബാലേട്ടാ, ബാലേട്ടാ ആളാരാണെന്നറിയാതെ. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ഇങ്ങോട്ട് കടത്തി വിടുവാടാ. നീ ചെന്നേ അവളിങ്ങോട്ട് വിളിച്ചിട്ട് വാ. നമ്മുടെ സെക്യൂരിറ്റി രാജനെ ആള് പുലിയ. എന്റെ സമ്മതമില്ലാതെ ഒരു ഈച്ച പോലും ഈ വളപ്പിലേക്ക് കടക്കില്ല. ആ, സെക്യൂരിറ്റികളായ അങ്ങനെ വേണം. നീ ചെല്ലടാ. എന്താടാ അവിടെ വായി നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ. ബാലേട്ടാ, ഇത് അടാ ആരാണെങ്കി എന്താടാ, കൂട്ടിക്കൊണ്ട് വാ ഇങ്ങ്. നമുക്കേ ഒരു കമ്പനി കൂടിയിട്ട് അങ്ങ് പോകാം. ആരാടിയത്? സുമതിയോ അതോ ശശികലയോ? നീ വരുന്നില്ലേ കമ്പനി കൂടാൻ? മാഡം, ഞാൻ അത് നീയും ഉണ്ടാവണം. നീയോ? അതെ ബാലേന്ദ്ര, ശാലിനി വിഷ്ണു. പാർട്ടി നടക്കട്ടെ. ഞാനൊരു സൗഹൃദ സന്ദർശനത്തിന് വന്നേ ഉള്ളൂ. നിങ്ങൾക്കത് തടസ്സമുണ്ട്. നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഏയ്, ഒരിക്കലും അല്ല. ബാലേന്ദ്രൻ പറയാറില്ലേ പൊളിറ്റിക്സ് ഒരു ഗെയിം ആണെന്ന്. ഗെയിം ആവുമ്പോൾ ഒരാൾ ജയിക്കും,
മറ്റേയാൾക്ക് തോറ്റല്ലേ പറ്റൂ. എന്ന് കരുതി തോറ്റയാൾക്ക് ജയിച്ചയാളോട് പകയോ വൈരാഗ്യമോ ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. ജയിക്കാൻ മിടുക്ക് കാണിച്ച ആളെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയാ ഞാൻ ഇപ്പൊ വന്നത്. നീ കാര്യമായിട്ട് പറയണോ? കാര്യമായിട്ട് തന്നെയാ ബാലേന്ദ്ര. വിരോധമില്ലെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പം കൂടാം. ബാലേട്ട, കളക്ടർ മാഡം നമ്മുടെ കൂടെ കൂടുക എന്ന് വെച്ചാൽ അത് നല്ല കാര്യമില്ലേ? ഇങ്ങോട്ട് ഇരിക്കാം മാഡം. മാഡം അപ്രതീക്ഷിതമായി കയറുമെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു. ഞങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതിയില്ല.